കേൾക്കാനൊന്നും അല്ല ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് വേണം അടുത്ത കലാപരിപാടികൾ ഇവിടെ കാണുവാൻ. അത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ ഇതൊന്നും കേൾക്കുന്നതല്ല താല്പര്യം. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ പ്രസംഗം അധികമൊന്നും നീട്ടുകയില്ല. എന്നാലും 16-18 മണിക്കൂറുകൾ യാത്ര ചെയ്ത് അങ്ങ് മലങ്കരയിൽ നിന്ന് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ ഒരു 15 മിനിറ്റ് പറയാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇരിക്കുന്ന. നാട്ടിലാണ് ഞങ്ങൾ ആരും ഇതിനകത്ത് പ്രസംഗിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഏതെല്ലാം ദേശത്തു നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിവിടുത്തെ ഇതിന്റെ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഇപ്പൊ ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ ആങ്കർ ചെയ്യുന്ന നമ്മുടെ സഹോദരി സ്മിത കുര്യൻ മരങ്ങാട്ട് 4-5 പേരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 5 പേരുടെ ഇവിടുത്തെ ഫീസ് എത്ര? 6 പേര് $3000. ഫ്ലൈറ്റിന്റെ എല്ലാം കൂടെ നോക്കി ഞാനതിനെ ഒരു 90 കൊണ്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ 7-8 ലക്ഷം രൂപ മുടക്കിയ ഈ സംഗമത്തിന് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ വന്ന് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തോടുന്ന ആ ചുടു രക്തമെന്ന് പറയുന്നത് ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന നസറേത്തുകാരനായ നസറായനായ യേശുവിന്റെ പിൻഗാമിയായ യഹൂദ നസ്രാണിയാണ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു ജ്ഞാനായക്കാരനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് വിദേശത്ത് വരുമ്പോൾ. ഈ തിരുമേനി അവിടെ തൊട്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു ഫോട്ടോ തിരുമേനി, അപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു ഫോട്ടോ തിരുമേനി, അതിന്റെ പുറകിലോട്ട് എന്നെ കൂടെ നിർത്തിയിട്ട് പറയും ഒരു ഫോട്ടോ ഇന്ന് എടുത്തോട്ടെ. അതാണ് സ്നേഹം, അതാണ് ജ്ഞാനായക്കാരന്റെ ഉൾവിളി. ആ ഉൾവിളിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. നമുക്കറിയാം, ഞാനിവിടെ ആദ്യമായിട്ട് NAMKC മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് 2017 ഞാനും അന്നത്തെ ട്രസ്റ്റി ആയിരുന്ന സ്കറിയ തോമസും സമുദായ മെത്രാപ്പോലീത്തായും കൊണ്ട് ഫിലാഡൽഫിയ പള്ളിയിൽ വന്നു. അവിടെ പറഞ്ഞു ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ട്. ആ പള്ളിയുടെ അപ്പുറത്ത്, എനിക്ക് സ്ഥലപ്പേരറിയില്ല, ഒരു 150 പേര് കാണും. ഒരു ദിവസമേ ഉള്ളൂ. 2-3 അച്ഛന്മാരും ഉണ്ട്. അന്ന് റെന്നിയച്ഛൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരച്ഛനെ എനിക്കറിയാം, വന്നില്ല. വരവച്ഛൻ ഉണ്ടായിരുന്നു, നമ്മുടെ ലോങ് ഐലൻഡ് പള്ളിയിലെ ഇപ്പോഴത്തെ വികാരിയച്ഛനായ ചിറത്തലക്കലച്ഛൻ എന്നോടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരച്ഛൻ മാത്രമേ ഉള്ളൂ. അന്ന് രാജൻ പുന്നാറ്റിശ്ശേരിയാണ് പ്രസിഡന്റ്. 150 പേര് രാവിലെ 10 മണിക്ക് തുടങ്ങി 7 മണിയായപ്പോൾ പരിപാടി തീർന്നു. അതാണ് ആദ്യത്തെ കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിനുശേഷം പല സംഭവങ്ങളും സമുദായത്തിലുണ്ടായി. സമുദായ മെത്രാപ്പോലീത്തായ ഉൾപ്പെടെ അവിടെ നമുക്കറിയാം സിറിയയിലേക്ക് വിളിച്ചു. അവിടെ വിളിച്ചപ്പോൾ അവിടെ വെച്ചൊരു നിർദ്ദേശം പാത്രിക്കീസ് ബാബ പറഞ്ഞു, ഇനി ഈ പരിപാടി നടത്തണ്ട. 2018 കഴിഞ്ഞ് 2020 നടത്തേണ്ടതാണ്. അത് പാത്രിക്കീസ് ബാബ അങ്ങ് ബാൻ ചെയ്തു. ആ പരിപാടി നിന്നുപോയി. കുറച്ചുനാൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നടത്തണം, ഇത് ജ്ഞാനായക്കാരുടെ പരിപാടിയാ, മറ്റുള്ള സഭയുടെ പരിപാടിയല്ല. ജ്ഞാനായക്കാർ ഒരുമിച്ച് കൂടുന്ന കുടുംബമേള നടത്തണ്ട എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല, ഒരു പാത്രിക്കീസ് ബാബായ്ക്കും കഴിയുകയില്ല. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ 2022 ഹൂസ്റ്റണിൽ സമ്മേളനം നടത്തി. സമുദായ മെത്രാപ്പോലീത്തായെ വിളിച്ച് തിരുമേനി പോണം, നമുക്ക് പോണം ഒരുമിച്ച്. തിരുമേനി ഭയന്നുപോയി. ഞാൻ പോയാൽ എന്റെ പേരിൽ പണി വരുമോ എന്നായിരുന്നു തിരുമേനിയുടെ ഭയം. പക്ഷെ പണി പിന്നെ വന്നു, തിരുമേനി വന്നുമില്ല. നമ്മൾ ഹൂസ്റ്റണിൽ ഞാൻ മാത്രമാണ് അവിടെ വന്നത്. അത്രയ്ക്ക് സഭയെ, അല്ലെങ്കിൽ സുറിയാനി സഭയോട് സ്നേഹമുണ്ടായിരുന്നു, പാത്രിക്കീസ് ബാബായോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ആ സ്നേഹത്തിന് ഇപ്പോഴും കുറവില്ല. നമ്മളെ ഇങ്ങോട്ട് പണിയാൻ വന്നാൽ നമ്മൾ തിരിച്ചു പണിയുന്നവരാ. അതുകൊണ്ടാണ് 2024 തിരുമേനി വന്നു, നമ്മുടെ ഡാളസിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനുശേഷം ഈ വർഷവും ഇവിടെ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കണം, 2017 കാലഘട്ടങ്ങളില് ആണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. ഞാൻ 2015 വരെ ഞാൻ സമുദായത്തിന്റെ 2017 വർഷങ്ങളായിട്ട് അസോസിയേറ്റ്
ഞാനൊരു ജ്ഞാനായ കമ്മിറ്റി മെമ്പറെങ്കിലും ആകണമെന്ന്. ഞാൻ ഒരിക്കൽ പോലും അതിന് സമ്മതിച്ചിട്ടില്ല. പലരും എന്നോട് പറഞ്ഞ് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ബിസിനസ്സാണ് വലുത്, നമുക്ക് പറ്റിയ പണിയല്ലിത് എന്ന് പറഞ്ഞ് 2015 ഞാൻ ഈ പരിപാടി നിർത്തിപ്പോയതാ. 2017 നിങ്ങൾ അറിയണം, എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാണ്. സമുദായം വലിയ പ്രതിസന്ധിയിൽ പോയി. അവിടെ ഒരു അസോസിയേഷൻ കൂടുവാൻ കഴിയുകയില്ല. സമുദായ മെത്രാപ്പോലീത്ത അസോസിയേഷൻ കൂടുവന്നതിന് വേണ്ടി അവിടെ കൽപ്പന ഇറക്കിയിട്ട് കൂടുവാൻ സാധ്യമല്ല. 144 പ്രഖ്യാപിച്ചു, ചിങ്ങവനം മുഴുവൻ. RDO പ്രഖ്യാപിച്ചു. യാതൊരു കാര്യത്തിലും അസോസിയേഷൻ നടക്കുകയില്ല. അന്നുണ്ടായിരുന്ന ഭാരവാഹികൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന അവിടെ ഇതിനെ എതിർത്ത ആളുകൾ പറഞ്ഞു. ഞാനും സ്കറിയ തോമസും കൂടി വന്നു. ഞങ്ങൾ ആദ്യം ഞാൻ മടി പറഞ്ഞു, ഇത് വലിയ പ്രശ്നമുള്ള സമുദായമാണ്, ഇവിടെ വന്നാൽ മനസമാധാനം ഉണ്ടാകുകയില്ല, ഉറക്കം കെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 2017 ഞാൻ വന്നു. അന്നുണ്ടായിരുന്ന ഭാരവാഹികളെ മാറ്റി ഞങ്ങൾ ചാർജ് എടുത്തു. ആ സമയം ഞങ്ങൾ വരുമ്പോൾ അപ്രൈസ് സെമിനാരിയുടെ മതിലിൽ ജപ്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുക. 1.5 കോടി രൂപ ജപ്തിക്ക് വേണ്ടി നോട്ടീസ്, 3 കോടി രൂപയുടെ ഇൻകം ടാക്സിന്റെ നോട്ടീസ്. ഇറുന്നു പറന്നു കിടക്കുന്ന ഒരു സെമിനാരി. തിരുമേനിയെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുമേനിക്ക് തിരുത്താം. മഴ വന്നാൽ വെള്ളം അകത്ത് വീഴുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അപ്രൈസ് സെമിനാരിയിൽ വന്നത്. ആ 2017 കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അമേരിക്കയിൽ വന്നു. ഞാനും തിരുമേനിയും സ്കറിയ തോമസും ഉണ്ടായിരുന്നു. നിങ്ങളോടൊക്കെ പറഞ്ഞു, അപ്രൈസ് സെമിനാരിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. ആ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മഴ പെയ്താൽ വെള്ളം ഇതിനകത്ത് മുഴുവനാണ്. അമേരിക്കയിലുള്ള നിങ്ങളാണ് ആദ്യം അതിനൊരു പിരിവ് തന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്ന 20 ലക്ഷത്തിനടുത്തുള്ള പിരിവ്. അവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ മാറിയപ്പോൾ കിട്ടുന്നതാണ് 20. ഇവിടുത്തെ നമുക്കറിയാലോ ഡോളർ ഇല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങളെ അവിശ്വാസത്തിൽ കൂടെ മാറ്റിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ജോലി പോലും ചെയ്യുവാൻ സാധിക്കാതെ കോടതിയുടെ വിലക്ക് വന്നു. ഞങ്ങളെ തെരഞ്ഞെടുത്ത അസോസിയേഷനെയും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പും കോടതി റദ്ദാക്കിയെന്ന് മാത്രമല്ല, അവിടെ ആ ഉണ്ടായിരുന്ന സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പോലും കഴിയുകയില്ല എന്നായിരുന്നു കോടതിയുടെ ഓർഡർ. ബലം കൊണ്ട് ഞങ്ങളവിടെ പിടിച്ചിരുന്നു. അന്നത്തെ പൊളിറ്റിക്കൽ പവർ കൊണ്ടാണ് ഞങ്ങളവിടെ പിടിച്ചിരുന്നത്. ഞങ്ങളെ അവിടെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് 5 മിനിറ്റിനകം കൊല്ലനെ വിളിച്ചുകൊണ്ടുവന്ന് സെമിനാരിയുടെ ആഫീസ് ഞങ്ങൾ തുറന്നു. പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് തുറന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ സമുദായത്തിലെ വിഷയങ്ങൾ. അതിനു മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളുടെ പരസമാപ്തി അന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ അധികാരമേറ്റു. ഞങ്ങൾ അപ്രൈസ് സെമിനാരിയുടെ പണിയാണ് ആദ്യം. അവിടെ യഥാർത്ഥത്തിൽ ഒരു വാഷ്റൂം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. തിരുമേനി താമസിക്കുന്നിടത്തെ ചോർച്ച നിർത്തുകയാണ് ചെയ്തത്. അന്നു മുതൽ സമുദായത്തിൽ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടായി. നിങ്ങൾക്കറിയാമോ അപ്രൈസ് സെമിനാരി ഇന്ന് എങ്ങനെ നിൽക്കുന്നു? പുതിയതായി അവിടെ ഉണ്ടാക്കിയ അസോസിയേഷൻ ഹാൾ എങ്ങനെ നിൽക്കുന്നു? പിതാക്കന്മാര് വന്നിട്ട് 1680 വർഷമായിട്ട് ഇല്ലാതെയിരുന്ന കൊടുങ്ങല്ലൂര് ഇന്ന് ദേവാലയമാ. അവിടെ വന്ന് കുർബാന ചൊല്ലിയിട്ടുള്ള വൈദികരാണ് ഈ ഇരിക്കുന്നവർ മുഴുവൻ. ഈ കഴിഞ്ഞ ആഴ്ചയിലും കല്ലിശ്ശേരി പള്ളിയിൽ നിന്ന് 3 വാഹനത്തിലാണ്, ബസ്സിലാണ് ആളുകൾ പോകുന്നത്. ഇന്നലെ ശാലയംപള്ളിയിൽ നിന്ന് പോകുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ പിതാക്കന്മാര് വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ എത്രയോ, ഞാനതിനൊന്നും പറയാൻ സമയമില്ല, എനിക്കറിയാമല്ലോ, എനിക്ക് 15 മിനിറ്റേ ഉള്ളാകെ. പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം തൊട്ട് അവിടെ നമുക്കിവിടെ ക്ലിമി സ്കൂൾ എന്ന് പറയുന്ന വടപുറത്തുള്ള സ്കൂൾ മുതൽ ഇങ്ങ് കിഴക്കോട്ട് തെക്കോട്ട് വന്നാൽ ഫാർമസി കോളേജ് വരെ ഇന്ന് പഴയ രീതിയിലല്ല. പുതിയ ബ്ലോക്കുകള്, അതുപോലെ തന്നെ 10 ഏക്കർ സ്ഥലത്ത് കോളേജ് സമുച്ചയം തീർന്നു. പക്ഷേ കയറിയിരിക്കുവാൻ ഫർണിച്ചർ മേടിക്കാൻ ഞങ്ങളുടെ പൈസയില്ല. നിങ്ങളോട് ഞങ്ങളത് പറയുകയല്ലേ, ഞങ്ങളുടെ പൈസയില്ല. 1 രൂപ ഇന്ന് നാഴിക വരെ കടമെടുത്തിട്ടില്ല. ഈ 2017 മുമ്പുണ്ടായിരുന്ന വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും വരുമാനം കൂടാതെ 2 കാലഘട്ടമായിട്ട് തിരിക്കണം. ഞങ്ങൾ 2017 കയറുമ്പോൾ 3 കോടിയും 1.5 കോടിയും കടമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്
ജ്ഞാനായ സമുദായത്തിനുണ്ട് ഒരു നയാ പൈസയുടെ കടമില്ല. അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പോയി വരുമാനം കുറഞ്ഞപ്പോൾ എങ്ങനെ അസറ്റ് വർദ്ധിച്ചു, അതാണ് മാനേജ്മെന്റ്. പല ഭാഗത്തു നിന്നും എന്നെ കല്ലെറിയുമ്പോൾ, ജ്ഞാനായ കമ്മിറ്റിയെ കല്ലെറിയുമ്പോൾ, ട്രസ്റ്റിയെ കല്ലെറിയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളാരും സമുദായം കൊണ്ട് ജീവിക്കുന്നവരല്ല, ജീവിച്ചിട്ടുമില്ല. ക്ലീമീസ് തിരുമേനിക്ക് അന്നത്തെ കാലത്ത് ആ പോർച്ചിൽ കൊണ്ടുവന്ന് കോണ്ടസ AC കാർ കൊണ്ട് കൊടുത്തവനാണ് ഞാൻ. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സമുദായം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും പിതാക്കന്മാർ മുഖാന്തരവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇന്ന് മഹാബലിയ അത്ഭുതമായി ഞങ്ങൾ വലിയ അസറ്റുകളാണ് ജ്ഞാനായ സമുദായത്തിന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അവിടെ റിട്ടയർമെന്റ് ഹോമിന് ഞങ്ങള് അവിടെ ടെൻഡർ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കടഞ്ഞ് തുടങ്ങിയാൽ മതി. നമ്മുടെ ജ്ഞാനായ സമുദായത്തിലെ ഏതാണ്ട് 20 വീട്ടുകാർ അല്ലെ 20 ആളുകളെ കറുകച്ചാലിൽ ഒരു റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുന്നു. അതിലും ഭേദമായിട്ട് 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ നമ്മളവിടെ റിട്ടയർമെന്റ് ഹോം 2 വർഷത്തിനകം ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയുമായിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായക്കാർക്ക് അതിന് ആവശ്യമുണ്ട്. അങ്ങനെ സമുദായം ഇന്ന് വലിയ അത്യുന്നതങ്ങളിലേക്ക് ഉയരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ജ്ഞാനായ സമുദായം മെത്രാപ്പോലീത്തായെ കുരുക്കുന്നതിന് വേണ്ടി കേസുകൾ കൊടുക്കുന്നു. ജ്ഞാനായ സമുദായം കേസുകളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, പാത്രികീസ് ബാബ അകാരണമായി സസ്പെൻഡ് ചെയ്തു. അതും അമേരിക്കൻ പ്രശ്നത്തിലാ, മലങ്കരയിലെ പ്രശ്നത്തിലല്ല. ഇവിടെ ഇരിക്കുന്ന ദേവാലയങ്ങളിൽ വൈദികരെ വിടാതെ ഇരുന്നപ്പോൾ അവർക്ക് ആത്മീയ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേജിലിരിക്കുന്ന 2 വൈദികരെ അവിടെ നിയമിച്ചതാണ് ഒന്നാമത്തെ കാര്യം. 2 ദേവാലയം അടഞ്ഞു കിടന്നപ്പോൾ അവിടെ കുർബാന ചൊല്ലുന്നതിന് 2 വൈദികരെ ഇരിപ്പുണ്ട്. അവരെ വിട്ടപ്പോൾ അവരെ കയറി അങ്ങ്, നമുക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല, അവരെ ആദ്യം അവരുടെ പട്ടം ഉരിയുക എന്നും പറഞ്ഞാൽ ലെറ്റർ തന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്ത്യൻ കോടതി പല കാര്യങ്ങളും നോക്കി, നമുക്കറിയാം, സിറിയയിലിരിക്കുന്ന പാത്രികീസ് ബാവ, അമേരിക്കയിലിരിക്കുന്ന വൈദികൻ, ഇന്ത്യയിൽ കോടതിയിൽ എങ്ങനെ അതിന് സ്റ്റേ കിട്ടുമെന്ന് ഞങ്ങളെ പരിഹസിച്ചവരുണ്ട്. പക്ഷേ ഇന്ത്യൻ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടി. കാരണം എന്താ? നമ്മുടെ ജീൻ ഉറങ്ങുന്ന പുക്കിൽ കൂടി കിടക്കുന്നത് അപ്രൈസ് സെമിനാരി ചിങ്ങവനത്താണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് അതിന് സ്റ്റേ കിട്ടിയതെന്ന് ഓർക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ പുക്കിൽ കൂടി ഉറങ്ങുന്നത് ചിങ്ങവനമാണെങ്കിൽ ഈ സമുദായത്തെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. അതാണ് ജ്ഞാനായ രക്തം നമ്മുടെ തിരകളിൽ ഓടുന്നത്. ഇന്ന് ജ്ഞാനായ സമുദായം മെത്രാപ്പോലീത്തായെ ഇവിടെ വിജിലൻസ് കേസിൽ പ്രതിയാക്കുന്നു. ക്രിമിനൽ കേസിൽ പ്രതിയാക്കുവാൻ കേസ് കെടുക്കുമ്പോൾ ഞങ്ങൾ അടങ്ങിയിരിക്കണമോ? ഒരു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നു അലിക്കിട്ടക്കൊട പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് സ്ത്രീകൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് ഗുണ്ടകൾ വരുമ്പോൾ ജ്ഞാനായ സമുദായ മക്കൾ നോക്കി നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ എതിർക്കും. അതാണ് കുറിച്ചിയിൽ പള്ളിയിൽ ഉണ്ടായത്. എന്നിട്ട് കുരിശ് കൊണ്ട് കാണിച്ച കോടതിയിൽ പറയുന്നു, കുരിശ് കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞത്. അങ്ങനാണോ? സമുദായ മെത്രാപ്പോലീത്ത വരുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെ ജഡ്ജിയോട് പറയുക, അത് അടിക്കാനുള്ള സിഗ്നലാണ് കൊടുത്തത്. അതാണ് കോടതിയിൽ വാദിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ജയിലിലാക്കാമെന്ന് ചിലർക്ക് വ്യാമോഹമുണ്ട്. അത് ഞങ്ങളൊക്കെ ജീവനോടിരിക്കുമ്പോൾ നടക്കുകയില്ല. അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് ലൈവ് കാണുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിനെ പരിച കൊണ്ട് തടഞ്ഞുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് കയറി ഒരു കേസുകളും കൊടുക്കുന്നില്ല. സസ്പെൻഷൻ വന്നു. കോട്ടയത്തെ മുനിസിപ്പൽ കോടതി അതിനെ സ്റ്റേ ചെയ്തു. അത് മാത്രം ഞങ്ങൾ ചെയ്തു. ഒരൊറ്റ കേസ് കൊടുത്തു, ചെറിയ വക്കീലിനെ കൊണ്ട്. വെറിയ നിസ്സാരമായ 50,000 രൂപ മുടക്കേയുള്ളൂ ഒരു സസ്പെൻഷന് സ്റ്റേ വാങ്ങിക്കുവാൻ. ഉടനെ തന്നെ അതിന് ജില്ലാ കോടതിയിൽ ആരാണ് കൊടുത്തത് കേസ്? അപ്പീൽ കൊടുക്കുക പാത്രികീസ് ബാബ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ജില്ലാ കോടതിയും ആ സ്റ്റേ അബ്സല്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ പോയത് എവിടോട്ടാ? ഹൈക്കോടതിയിലോട്ട്. പ്രഗത്ഭരായ വക്കീലന്മാരെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഏതോ യേശു ക്രിസ്തുവിനെ കുരിശിൽ തടഞ്ഞപ്പോൾ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ യഹൂദന്മാരെ കൂട്ടെ പറയുകയാണ്, ഇവനെ വീണ്ടും സസ്പെൻഡ് ചെയ്യണം. അത് മാറ്റരുത്.
ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും അത് മാറ്റിയില്ല. സസ്പെൻഷൻ തന്നെ എന്നുള്ളത് സ്റ്റേ ചെയ്തു. അതിന് വിരുദ്ധമായി സുപ്രീം കോടതിയിൽ വീണ്ടും പോയി. സുപ്രീം കോടതിയും പറഞ്ഞു താഴത്തെ കോടതി പറഞ്ഞത് ശരിയാണ്, പാത്രികീസിനുള്ള പവേഴ്സ് ഇല്ല. ആ സ്റ്റേ അബ്സല്യൂട്ട് ചെയ്തു. എന്നിട്ടും പോരാ, വീണ്ടും താഴോട്ട്, വീണ്ടും ഹൈക്കോടതിയിലോട്ട്. നിങ്ങൾക്കറിയാമോ, അവിടെ ഇന്ത്യയിലൊക്കെ ഒരു കോടതിയിൽ കയറുമ്പോൾ, ഇവിടുത്തെ എനിക്കറിയില്ല, വലിയ എമൗണ്ട് ആയിരിക്കും. നിങ്ങൾക്കും അറിയാം, ഒരു കേസ് നടത്തണമെങ്കിൽ ഭാരിച്ച എമൗണ്ടാണ്. നമ്മൾ കേസ് കൊടുത്തതല്ല. സമുദായത്തെയും സമുദായ മെത്രാപ്പോലീത്തായെയും പിടിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ആ കേസ് നടത്തുന്നു. ചില സമയങ്ങളിലുമല്ല, പല സമയങ്ങളിലും സ്വന്തം അക്കൗണ്ടുകളിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്താണ് കേസ് നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന കേസിന്റെ വാദം കഴിഞ്ഞു. ഇന്നലെ അതിന് ഒരു കടലാസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ പ്രിന്റ് എടുത്ത് കൊടുത്തിരിക്കുക, അത് വായിച്ചു നോക്കിയിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായത്തിന് ഇപ്പോൾ മാത്രമല്ല, ചരിത്രപരമായി നോക്കിയാൽ 1789 റോയൽ കോടതിയുടെ വിധിയുണ്ട്. അന്നും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളാരും വന്നതിന് ശേഷമല്ല പ്രതിസന്ധി. 1913 കേസ്, അതുപോലെ തന്നെ 57 95 2017 ഇതൊക്കെ പഴയ കാലങ്ങളിലേ ഉണ്ട്. ക്ലിമീസ് തിരുമേനിയുടെ കാലത്ത് അപ്രേസമ്മനാരിയുടെ ഫ്രണ്ടിൽ കുടില് കെട്ടി സമരം ചെയ്തിരുന്നതാണ്. റാന്നി വെല്ലുപള്ളി പൂട്ടി എത്ര നാൾ കിടന്നു? അതുപോലെ തന്നെ ഓതറപ്പള്ളി എത്ര നാൾ കിടന്നു? കുറ്റൂർ പള്ളി പൂട്ടിയില്ലേ? എത്രയോ പള്ളികൾ പൂട്ടി. ഇപ്പോൾ ഏതെങ്കിലും പള്ളി പൂട്ടുന്നുണ്ടോ? ഒരു പള്ളിയും പൂട്ടത്തില്ല. ഏതെങ്കിലും പള്ളിയിൽ കുർബാന മുടങ്ങുന്നുണ്ടോ? അമേരിക്കയിൽ ഏതെങ്കിലും പള്ളിയിൽ കുർബാന തുടങ്ങുന്നുണ്ടോ? നിങ്ങൾ പറ, ഏതെങ്കിലും പള്ളിയിൽ കുർബാന മുടങ്ങിയിട്ടുണ്ടോ? മുടങ്ങത്തില്ല. മലങ്കരയിൽ 10 വൈദികർ മാറി നിന്നിട്ടും ഒരു ഞായറാഴ്ച പോലും കുർബാന മുടങ്ങിയിട്ടില്ല, മുടക്കത്തില്ല. അതാണ് ജ്ഞാനായ സമുദായത്തിന്റെ രക്തം ചിരകളിലോടുന്ന യഹൂദ നസ്രാണികളുടെ രക്തമാണ്. നമ്മളെ തകർക്കുവാൻ ഇപ്പൊ ഇവിടെ മുമ്പേ പറഞ്ഞു, ഇവിടെ ഇന്ത്യയിലെ ഒരു മന്ത്രി ഉണ്ടല്ലോ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ക്രിസ്തീയ സമുദായത്തിലെ ബ്രാഹ്മണരാണ് ജ്ഞാനായക്കാര്. ഇത് ഞാൻ പറയുമ്പം വർഗീയതയാണെന്ന് പറയും. ഇത് വർഗീയതയാണോ? നമ്മള് ജ്ഞാനായായിട്ട് ജനിക്കുവാൻ ദൈവം തമ്പുരാനല്ലാതെ ആർക്കും അതിന് സാധ്യമല്ല. ഒരു ജ്ഞാനായത്വം കിട്ടുന്ന നിസ്സാര കാര്യമല്ല. ചിരകളിലോടുന്ന രാജകീയ രക്തമാണ്. അതിന്റെ ചരിത്രം പറഞ്ഞാൽ സമയം പോകും, ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമ്മുടെ ചരിത്രം തിരുമേനി പറഞ്ഞതുപോലെ AD 345 ശേഷമുള്ളതല്ല. 4200 വർഷത്തിന് മുമ്പ് അബ്രഹാമിന്റെ കാലം തൊട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, അതൊന്നും പറയുവാൻ ഇവിടെ സമയമില്ലല്ലോ. ഇവിടെ നിങ്ങൾ ഇത്രയും മനോഹരമായി ഈ മീറ്റിംഗ് നടത്തിയത് എങ്ങനെ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ആരെങ്കിലും ജ്ഞാനായ സമുദായത്തിന്റെ അസോസിയേഷന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ബിഷപ്പിനെ ഇതിന്റെ ഒരു പകുതിയല്ല 100 ആൾക്കാരെ കൂട്ടുവാൻ അമേരിക്കയിൽ കഴിയുമോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ സംഗമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, 2 സംഗമങ്ങളൊക്കെ ഒരു വർഷം നടന്നിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുക? അതിനെ കുറിച്ച് കേൾക്കാനേ ഇല്ല. നാട്ടിലുമുണ്ട് ഇതുപോലെ ചെറിയ പുഴുക്കുത്തുകൾ നടത്തിയല്ലോ. നമുക്കറിയാം, കാളച്ചന്തയിൽ ഒരു മീറ്റിംഗ് നടത്തി, ഞങ്ങളും നടത്തി, നമ്മളും നടത്തി, സമുദായ ദിനം നടത്തി. 10,000 പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത സമ്മേളനം നടത്തി. ഇതൊക്കെ ക്ലിമീസ് തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മരം വണ്ണം വെക്കുമ്പോൾ അതിന്റെ തൊലി ഇളകിപ്പോകും. അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ഐക്യം വേണം, നല്ല ഐക്യം. നമ്മുടെ ഇടയിലെ യാതൊരു കാരണവശാലും ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഒറ്റക്കെട്ടായി മനോഹരമായി ഇന്ന് ഈ സമ്മേളനം നടക്കുന്നതിന്റെ കാര്യം ഇവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ സ്റ്റേജിലിരിക്കുന്ന ഇത്രയും കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഇത്രയും ഇതിന്റെ പ്രവർത്തകരും ഇവരെ രാപകൽ അധ്വാനിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇടയിൽ ചില പുഴുക്കുത്തുകളെ ഇറക്കി വിടുവാനായിട്ട് ചിലർ ശ്രമിക്കും. അതിൽ വീഴരുത്. പല രീതിയിലും നമുക്കറിയാമല്ലോ, സാത്താന്മാരുടെ പ്രയോജനങ്ങൾ ഉണ്ടാകും. ഓരോ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സമുദായ മെത്രാപ്പോലീത്തായും കമ്മിറ്റിയും ഞങ്ങൾ എല്ലാവരും പറയുന്നത്, നമ്മളൊരു രക്തമാണ്, നമ്മുടെ സിരകളിലിടുന്ന സഹോദരങ്ങളാണ്. ഈ ഇരിക്കുന്നതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. കുടുംബമേളയാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ മറ്റുള്ള സഭകള് നടത്തുന്ന സമ്മേളനങ്ങളല്ല.
നമ്മൾ എവിടെ കൂടിയാലും ഒരു കുടുംബ സംഗമമാണ്. ഇതിനകത്ത് യാതൊരു വിള്ളലുകളും കൂടാതെ ഒത്തൊരുമയോടുകൂടി മുൻപോട്ട് പോകണം. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എല്ലാം അഭിനന്ദിക്കുന്നു. ഇവിടെ ഈ നമ്മൾ ഇന്നിപ്പോ കയറി വന്നപ്പോൾ ഒരു വെൽക്കം ഡാൻസ് പരിപാടി നമ്മൾ കാണുകയുണ്ടായി. എന്തൊരു മനോഹരമായി! ഇത് പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തതാണോ ആരെങ്കിലും? ജ്ഞാനായക്കാര് കുട്ടികളും അല്ലെ മുതിർന്നവരുമാണ് ഇവിടെ നടത്തിയത്. എന്ത് മനോഹരമായി, എന്ത് അഭിമാനകരമായാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അതിൽ പങ്കെടുത്ത എല്ലാവരെയും ജ്ഞാനായ സമുദായത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങളെ സമയമില്ലല്ലോ, അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ. ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റി മനോഹരമായിട്ട് സന്ധ്യയ്ക്ക് മുമ്പേ എന്ത് മനോഹരമായ റാലിയാണ്, അതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നിങ്ങൾ വിളക്ക് കത്തിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. മലയാള മനോരമ പൈപ്പറിൽ കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ സംഗമത്തിന്റെ തുടക്കം കേരളത്തിൽ എത്രയോ പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. NAMKC സമ്മേളനം ഈ മാസം 23-ന് ആരംഭിക്കുന്നു. 2 കോളം 3 കോളം വാർത്തയാണ് വന്നത്. ഇതും വരും, അത് കേരളം മുഴുവൻ കാണും, ലോകം മുഴുവൻ അറിയും. ജ്ഞാനായ സമുദായം, ഇങ്ങനൊരു സമുദായം നമ്മുടെ ആള് മലങ്കരയിലില്ലെങ്കിൽ അവർ കുടിയേറി പാർക്കുന്ന അമേരിക്ക, UK, ഓസ്ട്രേലിയ, ഗൾഫ് എല്ലായിടത്തും സംഗമങ്ങളുണ്ട്. അവിടെയെല്ലാം സമുദായത്തിന്റെ അല്ലെ സമുദായം മെത്രാപ്പോലീത്ത അവിടെയെല്ലാം ദേവാലയങ്ങളിലും എത്തും. എവിടെ ചെന്നാലും നടവിളിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2017 മുമ്പ് ഇങ്ങനൊരു നടവിളി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നടവിളി കേൾക്കുന്നതും ഇവിടെ അതുപോലെ തന്നെ അലിക്കിട്ട കുട വെച്ച് സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വീകരണങ്ങൾ നടത്തുന്നതും 17 ശേഷമാണ്. അതിനു മുമ്പ് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഒത്തൊരുമയോടെ നിൽക്കണം. ഇതിന്റെ സംഘാടകരായി ഞാൻ ശകലം ഇവിടെ എന്നെ ഇപ്പൊ വഴക്ക് പറയുമായിരിക്കും. ഞാൻ സമയം കൊടുത്ത് അദ്ദേഹം പുള്ളിക്കാരത്തി ഇനി എന്തൊക്കെ എന്നെ പറയുമെന്ന് അറിയില്ല. ഏതായാലും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇവിടെ നമുക്ക് പ്രവർത്തിച്ച ഇതിന്റെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ അവരെ ഒന്ന് പേര് പറയാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല. ജെസി പ്രസാദ് വടവുപറമ്പില്, അതുപോലെ തന്നെ നിമിഷ നിഖിൽ പുതുച്ചിറ, ബെറ്റി ഇറണയ്ക്കൽ, ഡയാന മർക്കോസ് തൂമ്പുങ്കൽ, സ്മിത കുര്യൻ മരങ്ങാട്ട്. അത് ഇവിടുത്തെ നമുക്കറിയാമല്ലോ, പുള്ളിക്കാരത്തി ഇവിടെ ആങ്കറായിട്ട് വന്നു. ഇനിയും വീണ്ടും വർഷങ്ങളിൽ വരണം. അതുപോലെ തന്നെ ജിഷ ജോർജ് കട്ടയിൽ, നിത അജയ് വാഴയ്ക്കൽ. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവരുടെ കഠിനമായി ഞങ്ങൾ ഇന്നലെ സമുദായ മെത്രാപ്പോലീത്തായും ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ അവരൊക്കെ പോയി ഞങ്ങൾക്ക് വിഷമം തോന്നി. ഈ വെള്ളം വലിയ ബക്കറ്റിനകത്ത്, വലക്കത്തിനകത്തല്ല, അതിന്റെ കുറെ ബോട്ടിലുകള് തന്നെ എടുത്തുകൊണ്ട് സമുദായ മെത്രാപ്പോലീത്തായുടെ റൂമിലോട്ട് പോകുന്ന ആ ഒരു കാഴ്ച ഞാൻ കണ്ടു. എന്ത് സമുദായ സ്നേഹമാണ്! എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇനി ഈ സമുദായം വളരെ മുൻപോട്ട് പോകും. അടുത്ത കൺവെൻഷൻ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കുകയില്ല. ഈ സ്റ്റേജ് നിറച്ച് വൈദികർ കാണുമെന്ന് അറിയിക്കുന്നു. അക്കൂട്ടത്തിൽ ജ്ഞാനായ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതോടുകൂടി അതിനുള്ള ഒരു സഹകരണവും ചെറിയ ഒരു സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.